Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്ക് സൂറത്തുൽ അഅറാഫാണ് തുടങ്ങേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം സ്വാദ്. كتاب أنزل إليك فلا يكن في صدرك حرج منه لتنذر به وذكرى للمؤمنين ألف لام ميم صاد. കിതാബുൻ ഗ്രന്ഥം, വേദം. ഉൻസിലയിലേക്ക താങ്കൾക്കത് ഇറക്കപ്പെട്ടിരിക്കുന്നു. ഫലാ യകും ഫീ സ്വദരിക താങ്കളുടെ മനസ്സിൽ ഉണ്ടാകരുത്. ഹറജും മിൻഹു അതിനെ സംബന്ധിച്ചുള്ള ഒരു ഞെരുക്കം അല്ലെങ്കിൽ ഒരു മനക്ലേശം ഉണ്ടാവരുത്. ലിതുൻദിറ ബിഹി അതുകൊണ്ട് താങ്കൾ താക്കീത് ചെയ്യുന്നതിന് വേണ്ടി. വദിക്റ ലിൽ മുഅ്മിനീൻ വിശ്വാസികൾക്ക് ഒരു ഉണർത്തലും ഒരു ഓർമ്മപ്പെടുത്തലും. എന്നുകൂടെ അർത്ഥം പറയാം. അലിഫ് ലാം മീം സ്വാദ്. കിതാബുൻ ഗ്രന്ഥം സൂചിപ്പിക്കുന്നത് ഈ വേദം, ഈ ഗ്രന്ഥം അഥവാ സൂറത്തുൽ അഅറാഫ് ആണെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന സൂറത്തു അഅറാഫ്, അതിലെ നിയമങ്ങൾ ആണ് വേദം എന്നതുകൊണ്ട് വീക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കപ്പെടുന്നു. ഉൻസിലയിലേക്ക് താങ്കൾക്കത് ഇറക്കപ്പെട്ടു. ഫലാ യകുൻ ഫീ സ്വദരിക സ്വദറന നെഞ്ച്, മനസ്സ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഫലാ യകുൻ ഉണ്ടാകരുത്. ഫീ സ്വദരിക താങ്കളുടെ നെഞ്ചിൽ, താങ്കളുടെ മനസ്സിൽ. ഹറജും മിൻഹു ഹറജുൻ ഒരു ക്ലേശം, ഒരു മനപ്രയാസം അല്ലെങ്കിൽ ഒരു ഞെരുക്കം. മിൻഹു അതിനെ സംബന്ധിച്ച്, അതിലെ വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രബോധനത്തെ സംബന്ധിച്ച്. ലിതുൻദിറ ബിഹി താങ്കൾ താക്കീത് നൽകുന്നതിന് വേണ്ടി. വദിക്റ ലിൽ മുഅ്മിനീൻ വിശ്വാസികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ഉണർത്തലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയത്തിനനുസരിച്ച് വിശദീകരിക്കാം. സൂറത്തുൽ അഅറാഫ്, അൽ അഅറാഫ് മക്കിയായ സൂറയാണ്. മക്കയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൽ അവസാന കാലത്ത് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഉർഫ് എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം ഉയർന്ന സ്ഥലം എന്നാണ്. ഉയർന്ന സ്ഥലം ഉർഫ്, അതിൻ്റെ ബഹുവചനമാണ് അഅറാഫ്, ഉയർന്ന സ്ഥലങ്ങൾ. ഈ സൂറയിൽ 46-ാമത്തെ ആയത്തിൽ അഅറാഫിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമുണ്ട്. സ്വർഗം ലഭിച്ചിട്ടില്ലാത്ത എന്നാൽ നരകത്തിലേക്കും തള്ളപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാർ കുറച്ചു കാലം അഅറാഫ് എന്ന് പറയുന്ന ഒരു ഉയർന്ന സ്ഥലത്ത് സ്വർഗവും കാണും നരകവും കാണും. എന്നാൽ സ്വർഗത്തിൻ്റെ സൗകര്യങ്ങളും അനുഭൂതികളും അവർക്കില്ല, നരകത്തിൻ്റെ ശിക്ഷയില്ല. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ടാകും അത്രേ. അവർ അഅറാഫിലാണ് ഉണ്ടാവുക. നമ്മളെ അടിയിൽ നാടൻ ഒരു പ്രയോഗമുണ്ട്. അത് കുറച്ചൊക്കെ അറബി ഭാഷയും കുറച്ചൊക്കെ ഖുർആനും കുറച്ചൊക്കെ കിതാബൊക്കെ ഓതിയിട്ടുള്ള പോലെ അഅറാഫിലാണ് അറിയും. കുറച്ചൊക്കെ കിതാബ് ഓതിയിട്ടുള്ള അടിയിലൊക്കെ അഅറാഫിലാണ് പറഞ്ഞാൽ എന്താ, അതിലും പെട്ടിട്ടില്ല ഇതിലും പെട്ടിട്ടില്ല. അങ്ങനെ ഒരു നാടൻ പ്രയോഗമുണ്ട്, അൽ അഅറാഫ്. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. സൂറത്തുൽ അഅറാഫിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനിക്കപ്പെട്ടിട്ടില്ലാത്ത അഥവാ നന്മ തിന്മകൾ സമമായ അത്തരം ആളുകൾ അഅറാഫിലായിരിക്കുമെന്ന് അവിടെ ഒരു പരാമർശമുണ്ട്.
അതാണ് സൂറയുടെ പേരായിട്ട് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന സൂറകളിൽ ഏറ്റവും വലിയ സൂറയാണിതെന്ന് പറയപ്പെടുന്നു. ഒരുമിച്ചാണ് അവതരണം എന്നതാണ് പണ്ഡിതന്മാരുടെ നിഗമനം. ഞാൻ പറഞ്ഞു, സൂറത്തു അൻആം അവതരിച്ച ഉടനെ തന്നെയാണ് ഏകദേശം അഅറാഫും അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മക്ക ജീവിതത്തിൻ്റെ അവസാന കാലത്താണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നും ഇതിൻ്റെ തഫ്സീറുകളിൽ നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ അതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. മറ്റു സൂറകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ തൗഹീദ്, റിസാലത്ത്, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വിസമ്മതിച്ച മക്ക നിവാസികൾ നബി ഹിജ്റ പോകാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞത് തന്നെ എന്തിനു വേണ്ടിയായിരുന്നു? എന്തുകൊണ്ടാണ് ഹിജ്റ ചെയ്യേണ്ടി വന്നത്? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എതിർപ്പ് തുടങ്ങി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇനി മുഹമ്മദിനെ ഇവിടെ വെച്ചേക്കരുത്, അവനെ കൊല്ലുകയല്ലാതെ ഇനി മറ്റൊരു വഴി ഇസ്ലാമിൻ്റെ മുന്നോട്ടുള്ള ഗതി തടയാനില്ല എന്നവർ തീരുമാനിച്ചപ്പോഴാണ് ഹിജ്റ സംഭവിക്കുന്നത്. ഹിജ്റ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഒളിച്ചോടുകയല്ല. ഇസ്ലാമിൻ്റെ പ്രബോധന, പ്രചരണ, പ്രയോഗവൽക്കരണ പ്രക്രിയക്ക് മക്ക പറ്റിയ ഇടമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മദീനയിൽ നിന്ന് അതിന് അനുകൂലമായ സാഹചര്യവും വിളിയും ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ പ്രബോധന, പ്രചരണ, പ്രയോഗവൽക്കരണ പ്രവർത്തനത്തിന് വേണ്ടി മദീനയിലേക്ക് പോയതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലേക്ക് വിളിക്കുന്ന, തൗഹീദിലേക്കും റിസാലത്തിലേക്കും ക്ഷണിക്കുന്ന പരാമർശങ്ങളും ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ കിതാബുൻ ഉൻസില ഇലൈക ഹാദാ കിതാബുൻ എന്നാണ് സൂചന എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ വേദം എന്നുള്ളത് കൊണ്ട് വേദം മുഴുവനായിട്ടല്ല അഅറാഫ് മാത്രമാണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്നും വിശദീകരണത്തിൽ കാണാം. ഇനി വേദം മുഴുവനാണ് ഉദ്ദേശിക്കപ്പെട്ടത്, ഖുർആൻ മുഴുവനാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാലും അതൊരു തെറ്റൊന്നുമല്ല. ഈ കിതാബ് എന്ന അടിസ്ഥാനപരമായി അതിൻ്റെ വാക്കിന് അർത്ഥം എന്താണ്? നിയമം എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമം എന്നുള്ളതാണ് സൂചന. ഹാദാ കിതാബുൻ. അലിഫ് മീം സ്വാദ് എന്നുള്ളതിന് ഞാൻ ഒരുപാട് വിശദീകരിക്കണില്ല. അലിഫ് മീം അൽ ബഖറ പറഞ്ഞപ്പോഴും ആലി ഇമ്രാൻ പറഞ്ഞപ്പോഴും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള അക്ഷരങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ 14 അക്ഷരങ്ങൾ 29 സൂറകളിൽ അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അറബികൾക്കാർക്കും ഇതിലൊരു ആശ്ചര്യമുണ്ടായിരുന്നില്ല. അതിനർത്ഥം അങ്ങനെ ഒരുപക്ഷെ അവർക്കിടയിൽ നേരത്തെ ഭാഷകളിൽ, സാഹിത്യത്തിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കണം ഒരറബി പോലും ഇതിനെ വിമർശിച്ച ആൾക്കാർ ആരും തന്നെ ഇങ്ങനെ എന്തുകൊണ്ട് അർത്ഥവും ആശയവും ഇല്ലാത്ത അക്ഷരങ്ങൾ ഖുർആനിൽ കടന്നുകൂടി ആരും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഇത് ഖുർആൻ്റെ ഒരു മുഅ്ജിസത്താണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. കാരണം ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ അടുക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ അല്ലാഹു തആല ഇറക്കിയിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ഖുർആനെ നിഷേധിക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ ഖുർആൻ മുഹമ്മദ് നബിയുടെ സൃഷ്ടിയാണെന്ന് പറയുന്ന നിങ്ങൾ, വലിയ സാഹിത്യകാരന്മാർ സാഹിത്യ മത്സരങ്ങൾ നടത്തുന്ന, കവിയരങ്ങുകൾ സംഘടിപ്പിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഖുർആൻ രചിച്ചുകൂടാ, മറ്റൊരു ഖുർആൻ രചിച്ചുകൂടാ എന്നൊരു വെല്ലുവിളി അതിനകത്തുണ്ട് എന്നും സൂചിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ ലാമ്, മീമ്, സ്വാദ് അത് ഓതുമ്പോൾ അതിൻ്റെ 3ന്റെ മുകളിലും ഒരു മദ്ദുണ്ട്, നമുക്കറിയാം, മദ്ദുണ്ട്. അപ്പോൾ അല്പം ദീർഘിച്ച് ഓതേണ്ട. അതാണ് അലിഫ് ലാം മീം സ്വാദ്. ആ പണ്ഡിതന്മാരെ ഖിറാഅത്ത് കേട്ടാലും നമുക്കറിയാം, ആ മദ്ദിട്ട അടയാളം കണ്ടാലും നമുക്കറിയാം. കിതാബു നുൻസിലയിലേക്ക്, ഈ വേദം താങ്കൾക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഉൻസിലയിലേക്ക്. ഫലാ യകും ഫീ സ്വദരിക, താങ്കളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതില്ല, അല്ലെങ്കിൽ നെഞ്ചിലുണ്ടാവേണ്ടതില്ല, ഹറജ് മിൻഹു, അതിനെ സംബന്ധിച്ചുള്ള ക്ലേശം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി സ്വീകരിക്കുക എന്ന പ്രക്രിയ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാനസികമായും ശാരീരികമായും ഒക്കെ തന്നെ ഒരു ക്ലേശമുള്ള അനുഭവമായിട്ട് തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്, അങ്ങനെ ക്ലേശിക്കേണ്ടതില്ല, വഹി സ്വീകരിക്കുന്ന വിഷയത്തിൽ അങ്ങനെ ക്ലേശിക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വഹി മുഖേന ഗൗരവതരമായ കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത് നടത്തുന്നത്. ആയതിനാൽ ആ കാര്യത്തിൽ താങ്കൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ തളരുകയോ
പേടിക്കുകയോ ക്ലേശിക്കുകയോ ചെയ്യേണ്ടതില്ല. താങ്കൾ തളരേണ്ടതില്ല, ക്ലേശിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല എന്നൊരാശ്വാസം കൂടി ഈ വാചകങ്ങളിലുണ്ടെന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഫലാ യകുൻ ഫീ സ്വദിരിക ഹറജും മിൻഹു, അതിനെ സംബന്ധിച്ചുള്ളൊരു ക്ലേശം. ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ, താങ്കൾ താക്കീത് ചെയ്യുവാനും. ആർക്കാണ് താക്കീത് ചെയ്യേണ്ടത്? അള്ളാഹുവിനെ വിശ്വസിക്കാത്ത, ഖുർആനിനെ അംഗീകരിക്കാത്ത, റിസാലത്തിനെ സ്വീകരിക്കാത്ത ആളുകൾക്ക് ഈ ഖുർആനിൻ്റെ ശാസനകൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന് താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വദിക്റാ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ഒരു ഉണർത്തലുമുണ്ട്. വിശ്വാസികൾക്ക് ഒരു ഉണർത്തലുമാണിത്. എന്താണ് ഉണർത്തേണ്ടത്? അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ പരലോകത്തെ സംബന്ധിച്ച്, സ്വർഗനരകങ്ങളെ സംബന്ധിച്ചൊക്കെ ഉണർത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയാണ് അതിൻ്റെ പദങ്ങളുടെ അർത്ഥവും ഏറ്റവും ചെറിയൊരു വിശദീകരണം. ഒരുപാട് വിശദീകരണം ഇതിന് വരുന്നുണ്ട്. ഇതിൻ്റെ തഫ്സീറുകളിലൊക്കെ വായിച്ചാൽ ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് ഞാൻ ഇതിൻ്റെ അർത്ഥം ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അലിഫ് ലാം മീം സ്വാദ് കിതാബുൻ ഉൻസില ഇലൈക, താങ്കൾക്ക് ഈ വേദം ഇറക്കപ്പെട്ടിരിക്കുന്നു. ഫലാ യകുൻ ഫീ സ്വദിരിക ഹറജും മിൻഹു, അതിനെ സംബന്ധിച്ച് താങ്കളുടെ മനസ്സിൽ ഒരു ക്ലേശമുണ്ടാകേണ്ടതില്ല. ലിതുൻദിറ ബിഹി, അത് വെച്ചുകൊണ്ട് താങ്കൾ താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയാണത്. വദിക്റാ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ഒരു ഉണർത്തലും ഓർമ്മപ്പെടുത്തലുമാകുന്നു, അല്ലെങ്കിൽ ഒരു ഉത്ബോധനവുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദത്തിൽ നിന്നുള്ള ദിക്റ അല്ലെങ്കിൽ ഉത്ബോധനം, ഉണർത്തൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മിനൽ ഖുർആനി മാ ജഹിൽനാ വദക്കിർനാ മിൻഹു മാ നുസീനാ വർസുഖ്നാ തിലാവതഹു അനാ അൽ-ലൈലി വഅത്റാഫൻ നഹാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ